ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷീജ ഷെഫിക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ മൂന്നാർ പോവുകയാണ്. മൂന്നാർ പോയിട്ട് നമ്മുടെ കേരളമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈനിയുണ്ട്, എൻ്റെ നാത്തൂനാണ്, എൻ്റെ ഇക്കാൻ്റെ പെങ്ങളാണ്, എൻ്റെ ആങ്ങളുടെ വൈഫുമാണ്. കൊച്ചി ബാക്കിൽ ഉറങ്ങുന്നു. അസ്മിനോട് എല്ലാവർക്കും അറിയാം. ഫ്രണ്ടിൽ എൻ്റെ ഇക്ക ഉണ്ട്, എൻ്റെ ഇക്ക ഉണ്ട്, രണ്ടുപേരുണ്ട്. കാണാൻ പറ്റില്ല. അപ്പം അസ്മി ദീദി സ്ലീപ്പിംഗ്. പറ സ്ലീപ്പിംഗ്. അല്ല, അസ്ന ദീദി എവിടെ? അസ്ന എവിടെ? അസ്ന അത് അസ്മി. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അസ്ന വന്നിട്ടില്ല. അസ്നയ്ക്ക് എക്സാം ആയതാണ്, അവള് പഠിക്കുന്നു. ഉമ്മയൊക്കെ എല്ലാവരും വീട്ടില്ല. അപ്പൊ ഞങ്ങൾ 6 പേര് ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. ഈ സ്ഥലത്തിന്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ കമ്പം. ഇപ്പൊ നമ്മൾ പോകുന്നത് കമ്പം മുന്തിരിത്തോട്ടത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ 2 ദിവസം ഇവിടെ സ്റ്റേ ആണ്. കുമളി ചുരം ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. ഇതുണ്ടോ കുമളി വ്യൂ ഉണ്ട്, അടിപൊളി വ്യൂ ആണ്. നമ്മുടെ മുന്തിരിത്തോട്ടത്തിലോട്ട് വഴിയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ അഗാധമായ വലിയൊരു ഇതാണ്. ഇവിടെ മങ്കി, നല്ല അടിപൊളി വളവാണ്. അടുക്ക മങ്കിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ രസവും നോക്കിക്കോ. കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ ക്ലൈമറ്റ് ആണെങ്കിൽ ചൂടുണ്ട്, എന്നാലും നമ്മുടെ ഇവിടെ എത്തിയിട്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് മണ്ടയാണ്. അപ്പൊ നമ്മള് 4 പേരും കൂടെ ഇങ്ങനെ യാത്രയിലാണ്. അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ആക്കാം. അഗാധമായ വനങ്ങളാണ്. വളവ് കണ്ടോ? വളവ്. കമ്പന്തേരിയാണ്. തമിഴ്നാട് വരുന്ന നമ്മുടെ ചെങ്കോട്ടെന്ന് വരുന്ന അതാണ് കൊച്ചുരോ. അത് അടിപൊളി കേട്ടോ, സൂപ്പർ. 2 സൈഡ് നല്ല വനം, നല്ല അടിപൊളി കളവിൽ കൂടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കേരളമൊക്കെ വിട്ടിട്ട് തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. കമ്പം, തേനി എന്നൊക്കെ പറയുന്നത് തമിഴ്നാടിന്റെ പ്രദേശങ്ങളാണ്. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കമ്പം തേനി റോഡിലാണ്. കുമളിയിൽ നിന്ന് നേരെ പോകുമ്പോഴാണ് നമുക്ക് കമ്പം തേനി റോഡ് കിട്ടുന്നത്. ഇവിടുത്തെ പിങ്ക്, ഈ വണ്ടിയിൽ കയറുന്ന ലേഡീസിനൊന്നും ടിക്കറ്റ് എടുക്കണ്ടല്ലേ? ഉണ്ട്. ആ പിങ്ക് ഇത് അടിച്ചിരിക്കുന്നത്. താഴെ കാണുന്നതൊക്കെ തമിഴ്നാടിന്റെ പ്രദേശങ്ങളാണ്. ഇരിപ്പുണ്ട്. പെൻസ്റ്റോക്ക് അതിന്റെ മണ്ടേന്ന് വെള്ളം കെട്ടി നിർത്തിയിട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചകളാണ്. പവർ ഹൗസ് ഉണ്ട് ചെറിയ തമിഴ്നാട്ടിലെ. ഇതാ പിന്നെ മുല്ലപ്പെരിയാർന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പറയുന്ന സാധനം. സൂപ്പറാണ്. എടാ അഴിച്ചുകൂടാടാ. കൊടും വളവുകളാണ്. ഇതാണ് ഹെയർപിൻ, ജസ്പിൻ വളവുകൾ. വണ്ടി തിരിഞ്ഞ് ഹെയർപിൻ വളവുകളാണ്. കൊടും വളവ് എന്ന് പറയുന്നത് യൂട്ടേൺ എടുക്കുന്നതിനുള്ള റോഡുകളാണ്. ഇങ്ങനെ വീഡിയോ എടുത്തേ, എല്ലാരെയും കൊണ്ട് സംസാരിച്ചിട്ട് അങ്ങനെ കഥ
ഈ ഇറങ്ങിപ്പോന്നത് ഇനി കേറിയും വരും ഇതുപോലെ മലകൾ. അവിടെ ഒരു ചെറിയ സ്ക്രീനിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അനുഭവപ്പെടുമെന്ന് അറിയത്തില്ല. ബട്ട് ഇറ്റ്സ് എ വെരി റിയലി അമേസിങ്. മേളിൽ നിന്ന് വന്ന പെൻസ്റ്റോക്ക് ഇത് കണക്ഷൻസ് ഇതിലേക്കൂടെയാണ്. ട്രിപ്പ് അടിക്കാം. നാടൻ ടൂറിസ്റ്റ് എല്ലാം കൂടി ചേർത്ത എമൗണ്ട്. അപ്പൊ ബഹുഭൂരിപക്ഷവും പെൻസ്റ്റോക്കിന്റെ ഇത് പോകണം. ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വണ്ടികൾ ടൂറിസം റിലേറ്റഡ് ആയിരിക്കും അല്ലേ? തേക്കടി മാറി വിദേശികൾ കൂടുതൽ സ്ഥലം തേക്കടിയാണ്. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. കുടുംബമായിട്ട് നമ്മൾ ഈ റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അങ്ങ് ദൂരോട്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാന്നറിയില്ല. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നു. ഒരു 10 കിലോമീറ്ററോളം ദൂരം നമുക്ക് കാണാൻ പറ്റുന്നു. ഇതൊക്കെ തമിഴ്നാടാണ് നമ്മളിപ്പോ ഉള്ളത്. പക്ഷെ നമ്മളിപ്പോ കയറിയപ്പോഴത്തെ ഇവിടെ ചെക്കിങ് കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഫ്രീ ആയിട്ട് കയറി വരാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ കൂടെ പോകുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുള്ളത് കുമളിയിലാണ്. കുമളി കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലത്തോടാണ്. ഇവിടെ കുറച്ച് കൃഷി സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാണ്. എത്രത്തോളം കൃഷി അവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഇതാണ് ഷീജയുടെ ആങ്ങള മിസ്റ്റർ അമീൻ ASI കുന്നിക്കോട്, നമ്മുടെ സ്വന്തം. ബാക്കിലുള്ളത് അല്ലൂസ് ഉണ്ട്, ഷമീദ ഉണ്ട്, ഷീജ ഉണ്ട്, മാമ പോലീസ് ഉണ്ട്, അസ്മി ഉണ്ട്. അസ്മി ഉണക്കത്തിലാണ്. അപ്പോ അതെ അതെ ഇവിടെ പുല്ല് കൃഷിയാണ്. ഇത് പുല്ല് കൃഷിയും പഞ്ഞി ആണ്ട അടിപൊളി തെങ്ങ്. കേരളത്തിൽ കാണാത്ത തെങ്ങ് ഇതാ തമിഴ്നാട്ടിലെത്തി നമ്മൾ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തമിഴ്നാട് ബസ്, തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ് പോകുന്നുണ്ട്. കൃഷിക്കാരാണ്ട് കർഷകർ കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാഴക്കൃഷി ഉണ്ട് കേട്ടോ. ഒരുപാട് വാഴക്കൃഷികളുണ്ട്. ഇവിടെ വാഴക്കൃഷി നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അതുകൊണ്ട് പാടം ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷി ചെയ്യാനായിട്ട്. ഇത് വെട്ടുകാടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. തേനി ഡിസ്ട്രിക്ട് പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇത്. അവിടുന്ന് അത് വാങ്ങിച്ചു കുടിക്കല്ലേ? അവിടെ ഭയങ്കര റേറ്റാണ്. അല്ല മുന്തിരിക്കയുടെ അതൊന്നും കയറുമ്പോഴേ പഞ്ചായത്ത് കളിക്കുന്നത് വെളിയിൽ നല്ലാതെ കാണാതെ. ഇവിടെയാണ് പെരിയാർ പവർ സ്റ്റേഷൻ ഒക്കെ ഉള്ളത്. നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പെൻസ്റ്റോക്ക് വാൽവ് വരുന്നുണ്ടായിരുന്നല്ലോ, ലൈൻ വരുന്നുണ്ടായിരുന്നല്ലോ. അത് വന്നേക്കുന്നത് ഇവിടെ പെരിയാർ. അതിന്റെ വെള്ളം കരിക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് റോഡ് സൈഡിലായിട്ട്. റോഡ് സൈഡിലായിട്ട് കരിക്കിന്റെ കുറെ ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. നല്ല വീട് വെച്ചു കൊടുക്കുന്നതാണ്. ഡിണ്ടിഗൽ, മധുരൈ, ഗൂഡല്ലൂർ എന്തോ ഉണ്ടല്ലോ. കാളകളെ കൊണ്ടുവരുന്നുണ്ട്. കാള വണ്ടിയില്ലേ ഇത്? കാളവണ്ടി. വാളക്കോട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ
നമ്മള് ഇപ്പൊ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. കൃത്യമായി പറഞ്ഞാൽ തേനി കമ്പം റൂട്ടിലാണുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ. അപ്പൊ എന്തായിരുന്നാലും നമ്മള് വണ്ടി ഇരുന്നോണ്ട് അത് കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് പോയി നോക്കിയേക്കാം എന്ന് കരുതി. മുന്തിരിപ്പാടത്തിൽ എത്തിയിട്ടില്ല, മുന്തിരിപ്പാടത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ വഴിക്കൊരു കൃഷിയിടം കണ്ട് ഞങ്ങളിവിടെ നിർത്തിയിരിക്കുകയാണ്. സൂര്യകാന്തി ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട്. അല്ലൂസ് ഇതൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കൈത്തോടൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന്. മറ്റേ പെൻസ്റ്റോക്കിന്റെ ആണത്. പെൻസ്റ്റോക്കിന്റെ വെള്ളം പോകുന്നതാണ്. ഇങ്ങോ അങ്ങോട്ട് പോണ്ട, അത് മറ്റേ പെൻസ്റ്റോക്കിന്റെ. വാവ്, സൂപ്പറായിട്ട്. ഇവിടെ ഇല്ലടി, ഇവിടെ ഇറങ്ങണ്ട. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. തമിഴ്നാടിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന കണക്ക് നല്ല രീതിയിലുള്ള അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാഴ്ചയുടെ വിശേഷങ്ങൾ ഇനിയും തുടരുന്നതാണ്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, വളരെ മനോഹരമായിട്ടുള്ള ദൂരെയായിട്ട് കാണുന്ന മലകള്, തെങ്ങിൻ തോപ്പുകൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. മണ്ണുണ്ട്, നല്ല മണ്ണ്. ഇത് മൊത്തം കൃഷിത്തോട്ടമൊക്കെ എന്താ രസം നോക്കിട്ട്. തെങ്ങ, ഫുള്ള് തെങ്ങിന്റെ ഇടയ്ക്ക് വീടുകളും ഉണ്ട്. കണ്ടോ എന്താ രസമുണ്ട് നോക്കിക്ക്. ഓ എന്താ രസം നോക്കിക്ക്. നമ്മുടെ മഞ്ഞപ്പൂക്കളും പച്ചയും മഞ്ഞയും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളി കോമ്പോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ മൂന്നാറിൽ നിന്നും നമ്മൾ മുന്തിരിത്തോട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ വണ്ടി അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരികയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്ര ചൂട് വരുന്നുണ്ടൊക്കെ ഇവിടെ ഇല്ലേ? ആ വഴി അതുകൊണ്ടതില്ലേ മുന്തിരിത്തോട്ടം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് MSR മുന്തിരിത്തോട്ടത്തിലോട്ട് പോകാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ മൊത്തം കേരള ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും. മുന്തിരിത്തോട്ടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ടൗൺഷിപ്പാണ്, അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ചെറിയൊരു ടൗൺഷിപ്പ്. Grapes, non-alcoholic grape, fresh juice, fresh golden juice. മൊത്തം ഗ്രേപ്സിന്റെ ജ്യൂസാണ്. ഗ്രേപ്സിന്റെ മുന്തിരിപ്പാടമാണ് നമ്മൾ നിൽക്കുന്നത്. ബാബാ ബാ 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 നിങ്ങളെവിടെ പോയി? പിടിക്കരുത് താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. ഇവിടെ സിറ്റ് ഹിയർ. മുന്തിരിപ്പാടം കാണാൻ വരുന്നവർ മുന്തിരിങ്ങ പറിക്കാതിരിക്കാൻ വേണ്ടി നോക്കാനായിട്ടിരിക്കുന്നൊരു അവരാണത്. അവര് കുറച്ച് മുന്തിരിങ്ങയൊക്കെ അല്ലൂസിന് കൊടുക്കുന്നുണ്ട്. അല്ലൂസ് മുന്തിരിങ്ങ പറിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി അല്ലൂസിന് മുന്തിരിങ്ങ കൊടുത്തു. നമ്മുടെ കൂടെ അവനെ മുന്തിരിങ്ങ കിട്ടി. നമ്മളീ കാണുന്ന ചെറിയ മുന്തിരിങ്ങ ഉണ്ടല്ലോ, ഈ മുന്തിരി കുലയാണ് പിന്നീട് വലിയ മുന്തിരിക്കുലയായിട്ട് മാറുന്നത്. എന്താണല്ലേ, എന്ത് നൈർമല്യമുള്ളൊരു സാധനമാണ് അല്ലേ ഷീജ? അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മള് മുന്തിരിത്തോട്ടം കൊണ്ട് നല്ല അടിപൊളി ഒരു മുന്തിരി ജ്യൂസും കുടിച്ചു.
ഇനി നമ്മൾ മേളിലോട്ട് കയറി നോക്കട്ടെ ഇവിടെ എന്താണ് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ആട്ടോ. മുന്തിരി ഇവിടെ തന്നെ പറിച്ചിട്ട് അവിടെ നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ഒരു വെള്ളം ചേർക്കാതെ ജ്യൂസ് കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഗ്ലാസ് ജ്യൂസിന് 40 രൂപ. പിന്നെ ഇവിടെ ജ്യൂസ് ഗ്രേപ്സിന്റെ മുന്തിരിങ്ങയുടെ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ട്. അടിപൊളി. അപ്പോഴേ നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുവരുമ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ട്. എന്താണ് ഷീജ അത്? ഇവിടെ കള്ളിമുള്ളി ചെടിയുടെ പൂവ് വരുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കള്ളിമുള്ളി ചെടിയുടെ പൂവ് കാണുന്നത്. നല്ല പിങ്ക് കളറാണ് കേട്ടോ. അതാണ് കള്ളിമുൾ ചെടിയുടെ പൂവ്. അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നിട്ട് പിങ്കും ഗ്രീനും ആയിട്ട് മാറുന്നത്. കള്ളിമുൾ ചെടിയുടെ പൂവ് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോ, ഇതാണ് കള്ളിമുൾ ചെടിയുടെ പൂവ്. അപ്പോൾ നമ്മൾ വൈകിട്ട് ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് കരി മേടിക്കാനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കരി മേടിക്കുന്ന 2 കിലോ കരി മേടിക്കുന്ന സീനാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല രസമാണ് ഇവിടുത്തെ വീടുകളൊക്കെ കാണാനും ഒക്കെ. ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അസ്മി? മുന്തിരിപ്പാടം കണ്ടിട്ട് അടിപൊളിയില്ലായിരുന്നോ? കരി മേടിച്ചോണ്ട് കരിപുരണ്ട ജീവിതമാണ് ഷീജാടെ. അപ്പൊ നമ്മള് തമിഴ്നാട്ടില് കുറെ തോട്ടങ്ങൾ കാണുകയാണ്. ഇത് നെല്ലിക്ക തോട്ടമാണ് ഈ കാണുന്നത്. നെല്ലിക്ക നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഇത് സപ്പോട്ടക്ക. സപ്പോട്ടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ സപ്പോട്ടക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയത്തില്ല. അപ്പൊ നിങ്ങളത് ചിക്കൂസ്. അത് തന്നെ ചിക്കു അതാണ്ടാ അതിലൊക്കെ പിടിച്ചെടുപ്പുണ്ട്. ഇത് പേരയ്ക്കാത്തോട്ടം. ഇതിനപ്പുറത്തായിട്ട് കാണുന്നതാണ് യൂക്കാലിത്തോട്ടം. പുളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതാണ് പുളിത്തോട്ടം. അപ്പൊ ഇതൊക്കെയാണ് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത. കൃഷിയുള്ള സ്ഥലങ്ങളിൽ ഫുള്ള് കൃഷിയായിരിക്കും. അതേസമയത്ത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഓൺലി റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് കൊട്ടാരക്കരയ്ക്ക് ഇവിടുന്ന് 158 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് 158 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് കമ്പം തേനി. അവിടുന്ന് പോയി കഴിഞ്ഞാൽ തോട്ടത്തിന്റെ ഉള്ളിൽ കയറാം. വണ്ടികൾ തിരിച്ചു കയറി പോകുന്നുണ്ട്. ഇത് പുളിത്തോട്ടമാണ്. പുളിത്തോട്ടം അടിപൊളിയായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് പുളിത്തോട്ടം. ഇപ്പുറത്തെ സൈഡിൽ മാന്തോട്ടമുണ്ട്. അത് മാന്തോട്ടമാണ് കാണുന്നത്. നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും മൂന്നാറൊക്കെ പോകുന്ന വഴിക്ക് ഈ സ്ഥലം കൂടെ സന്ദർശിച്ച് പോയി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. നമ്മൾ നേരത്തെ കണ്ട കൃഷിത്തോട്ടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചെറിയ ചെറിയ ഫാക്ടറികളും കൃഷി സംഭരണ കേന്ദ്രങ്ങളും മറ്റുമൊക്കെ ഇവിടെ അടുത്തായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും നമ്മള് കുരങ്ങന്മാരെ കണ്ട് നിർത്തിയിരിക്കുകയാണ്. കൈ വിട്. തറയിലിട്ടിട്ട് ഇട്. തറയിലിട. തറയിലിട്. എല്ലാം കൂടെ പേരയ്ക്കാത്തോട്ടത്തിൽ അടിപൊളിയാണ്.
അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനപ്പുറത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ്. ഇത് ബോർഡറാണ്, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുമളിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് 136 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതാണ് കുമളി. കേരളത്തിലോട്ട് കിടക്കുമ്പോൾ ഉള്ള ബോർഡർ ക്യാമറയാണ് നമ്മൾ വീഡിയോ കാണുന്നത്. ഇതിപ്പോ നമ്മുടെ ഇതാണ് ഓഫീസാണ്, GST ഓഫീസ്. കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് കേരളമായി കഴിഞ്ഞു നമ്മുടെ തമിഴ്നാടിനോട് വിടുന്നത്. മൂന്നാർ, നമ്മുടെ കുമളി വിട്ട് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. ഇനി കട്ടപ്പനയുണ്ട് അല്ലേ, നെടുങ്കണ്ടം. അപ്പം മൂന്നാറിന് കറക്റ്റ് ഇവിടുന്ന് 100 കിലോമീറ്റർ ആണ്. നമ്മളീ കാണുന്ന ചെറിയ ഏലത്തിന് തണലിട്ടേക്കോ, ഏലം. ഏലത്തിന് തണലിട്ടേക്കോ. ഇവിടെ തണുപ്പുള്ള മഞ്ഞുള്ള സ്ഥലം. നമ്മളത് മഞ്ഞിലായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് നാടൻ ഫുഡ് കഴിക്കാനാണ്. എന്തൊരു ഫുഡാണ്? കപ്പയും ഫിഷ് കറി. കപ്പയും പോത്തും. ഇല്ലല്ലോ കപ്പ ബിരിയാണി. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ സീനറീസ് ആണ്. റോഡിന്റെ 2 സൈഡിലും പ്രൊട്ടക്ഷൻ വാളൊക്കെ കെട്ടി. വാട്ട് എ ഫാന്റാസ്റ്റിക്, അടിപൊളി കാഴ്ചകൾ. നമ്മളങ്ങനെ ശാന്തംപാറയുടെ തീരത്തെത്തി. ഇതാണ് കാറ്റാടി. കാറ്റാടി കറങ്ങുന്നുണ്ടോ? അവിടെ എല്ലാം ഉണ്ട് കണ്ടോ, കാറ്റാടി. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് വ്യൂ ഉണ്ടോ? വാ, എന്ത് പൊളിയാ നോക്കിക്കേ. എന്ത് അതിമനോഹരമായ കാഴ്ചകളാണ്. എന്ത് രസമെല്ലാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ഒക്കെ കുളിർമയും. എല്ലാവരും അവിടെ പോയി നിന്നുകൊണ്ട് വ്യൂ കാണും കേട്ടോ. അപ്പോ നമ്മളിവിടെ വന്നിട്ട് ഓറഞ്ച് മരമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളിവിടെ കാറ്റാടി യന്ത്രം കണ്ടു. നമ്മുടെ ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, വായുവിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ കണ്ടിട്ട് നമ്മളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അടുത്തതായി നമ്മളിനി നേരെ റിസോർട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഇന്നത്തെ പരിപാടികൾ ഇവിടെ നിർത്തും. ശാന്തൻപാറ റിസോർട്ടിൽ പോയിട്ട് ഇന്നത്തെ പര്യടനം ഇവിടെ അവസാനിപ്പിക്കും. പിന്നീട് വീണ്ടും നാളെ മുതൽ തുടരുന്നതാണ്. അങ്ങനെ നമ്മളുടെ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശാന്തൻപാറയിൽ വൈൻയാർഡ് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിമനോഹരമായ ഒരു റിസോർട്ടാണ്. എന്താ അല്ലൂസ് ബാബ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. വൈൻയാർഡ് റിസോർട്ട്. ഓഫ് റോഡ് യാത്രകൾക്ക് ഇതാണ് ഉപയോഗിക്കുന്നത്.